ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നമാണ് യുഎസിൽ പോകുക, അവിടെ ജോലി ചെയ്യുക എന്നുള്ളത്. ഉയർന്ന ശമ്പളം, മികച്ച ജീവിത നിലവാരം, മികച്ച വിദ്യാഭ്യാസം, കുട്ടികൾക്ക് മെച്ചപ്പെട്ട ഭാവി, ഇതൊക്കെ ലക്ഷ്യം വെച്ച് പലരും യുഎസ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ യുഎസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ ഞെട്ടിച്ച ഒരു അനുഭവ കഥയാണ് ഇപ്പോൾ യുഎസിൽ നിന്നും പുറത്തു വരുന്നത്. 12 വർഷത്തെ അമേരിക്കൻ ജീവിതം, പ്രതിവർഷം 2.9 കോടി രൂപ ശമ്പളം, കൂടാതെ 9 കോടി രൂപയുടെ സമ്പാദ്യവും സ്വന്തമായി വീടും. ഇതെല്ലാം ഉപേക്ഷിച്ച് ഒരാൾ ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചാലോ? കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു റെഡിറ്റ് പോസ്റ്റാണ് ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്യുന്നത്. പണമാണോ അതോ കുടുംബമാണോ വലുത്? വിദേശത്തെ സൗകര്യങ്ങളാണോ അതോ നാട്ടിലെ ബന്ധുക്കൾക്കിടയിലുള്ള ജീവിതമാണോ സമാധാനം നൽകുന്നത്? 36 വയസ്സുകാരനായ ഒരു ഇന്ത്യൻ വംശജൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനത്തെക്കുറിച്ച് ലോകത്തോട് ചോദിക്കുകയാണ്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? എന്തുകൊണ്ടായിരിക്കും ഇത്രയും സമ്പാദ്യം ഉണ്ടായിട്ടും അദ്ദേഹം യുഎസ് ഉപേക്ഷിച്ചത്? നമുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപവും കാരണങ്ങളും ഒന്ന് പരിശോധിക്കാം. ഇന്ത്യൻ യുവാവിന്റെ റെഡിറ്റിലെ പോസ്റ്റ് എന്താണെന്ന് ആദ്യം നോക്കാം. 12 വർഷത്തിലധികം യുഎസിൽ ജീവിച്ച ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നു. ഞാൻ ശരിയായ തീരുമാനമാണോ എടുക്കുന്നത് എന്ന തലക്കെട്ടോടെയാണ് അദ്ദേഹം റെഡിറ്റിൽ പോസ്റ്റ് ആരംഭിക്കുന്നത്. ഒരു ഇന്റേണൽ ജോലി ട്രാൻസ്ഫറിനെ തുടർന്ന് താനും ഭാര്യയും 5 പേരടങ്ങുന്ന കുടുംബം ഈ ജൂണിൽ നവി മുംബൈയിലേക്ക് മാറാൻ തീരുമാനിച്ചതായി യുവാവ് കുറിച്ചു. യുഎസിൽ തനിക്ക് പ്രതിവർഷം ഏകദേശം $3,20,000 ശമ്പളം ലഭിക്കുമെന്നും കടബാധ്യതകളില്ലാത്ത വീട് ഉൾപ്പെടെ $1 മില്യൺ ഏതാണ്ട് 9 കോടിയിലധികം ആസ്തി ഉണ്ടെന്നും അദ്ദേഹം എഴുതി. 6-നും 9-നും ഇടയിൽ പ്രായമുള്ള 3 കുട്ടികളുമുണ്ട്. എല്ലാവരും യുഎസ് പൗരന്മാർ. ഒപ്പം തന്റെ ഇന്ത്യൻ ജോലി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പ്രതിവർഷം 1.5 കോടി രൂപയുടെ പാക്കേജ് ആണെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അമേരിക്കയിൽ അദ്ദേഹം പ്രതിവർഷം കൈപ്പറ്റിയിരിക്കുന്നത് $3,20,000 ആണെന്നും ഏകദേശം 9 കോടി രൂപയുടെ നിക്ഷേപവും അദ്ദേഹത്തിനുണ്ടെന്നും നമുക്ക് പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാം. ഇത്രയും സുരക്ഷിതമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത്. എന്താണ് ഇത്രയും വലിയൊരു തീരുമാനം എടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്? ഉത്തരം ലളിതമാണ്: കുടുംബം. തന്റെ കുട്ടികൾ മുത്തശ്ശനും മുത്തശ്ശിക്കുമൊപ്പം വളരണമെന്നും അവർക്ക് ബന്ധുക്കളുടെ സ്നേഹം ലഭിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഹൈദരാബാദിലുള്ള മാതാപിതാക്കളോടൊപ്പം സമയം ചെലവഴിക്കുക എന്നത് പണത്തേക്കാൾ വലിയ നേട്ടമായി അദ്ദേഹം കാണുന്നു. ഇന്ത്യയിൽ അദ്ദേഹത്തിന് ലഭിച്ച പുതിയ ജോലി വാഗ്ദാനം 1.5 കോടി രൂപയാണ്. അമേരിക്കയിലെ ശമ്പളത്തിന്റെ പകുതി മാത്രമാണിത്. എങ്കിലും ഇന്ത്യയിലെ ജീവിത ചെലവ് കണക്കിലെടുക്കുമ്പോൾ ഈ തുക മാന്യമായ ഒന്നാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. തന്റെ കുട്ടികൾ അമേരിക്കൻ പൗരന്മാരാണ്. അവർ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതിയുമായും ജീവിത രീതിയുമായും എങ്ങനെ പൊരുത്തപ്പെടും എന്ന ആശങ്കയും അദ്ദേഹം പങ്കുവെക്കുന്നു. എങ്കിലും വേരുകളിലേക്കുള്ള മടക്കം ഒരു പിൻവാങ്ങലല്ല, മറിച്ച് ജീവിതത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമായാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. സ്നേഹബന്ധങ്ങൾക്കും മാനസിക സംതൃപ്തിക്കും മുന്നിൽ ഡോളറുകൾക്ക് 2ാം സ്ഥാനമേ ഉള്ളൂ എന്ന് ഈ മനുഷ്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ പ്രവാസിയുടെ കഥ നമ്മോട് പറയുന്നത് പണം കൊണ്ട് മാത്രം ജീവിതം പൂർണ്ണമാകില്ല എന്നാണ്. വിദേശ രാജ്യങ്ങളിൽ നാം പടുത്തുയർത്തുന്ന സാമ്രാജ്യങ്ങൾക്കിടയിലും സ്വന്തം നാടിനെയും വീടിനെയും കുറിച്ചുള്ള ഓർമ്മകൾ നമ്മെ വേട്ടയാടാറുണ്ട്. 1.5 കോടി രൂപയുടെ ശമ്പളവും കുടുംബത്തോടൊപ്പമുള്ള നിമിഷങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഒരു വലിയ സമ്പാദ്യമാണ്: സന്തോഷം, കുടുംബം എന്നിവ. തീർച്ചയായും ഇതൊരു വലിയ മാറ്റമാണ്. വെല്ലുവിളികൾ ഉണ്ടാകാം, പക്ഷേ പ്രിയപ്പെട്ടവരോട് കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം മറ്റെന്തിനേക്കാളും വലുതാണ്. ഈ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നത് കാലം തെളിയിക്കും. എങ്കിലും ബന്ധങ്ങൾക്ക് വില നൽകുന്ന ഓരോ മനുഷ്യനും ഈ തീരുമാനത്തെ ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എന്ത് കരുതുന്നു? പണമാണോ അതോ കുടുംബമാണോ ജീവിതത്തിൽ പ്രധാനം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.